സോ തേർഡ് സെമ്മിലുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ലോസ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ആ വിഷയത്തിലുള്ള ആ വിഷയമാണ് ഈ പ്രാവശ്യം ഈ സെമ്മിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. അതിലുള്ള 5ാമത്തെ മൊഡ്യൂളാണ്. ആദ്യത്തെ 4 മൊഡ്യൂളും അത്യാവശ്യം ഈസി മൊഡ്യൂൾസാണ്. പക്ഷേ 5ാമത്തെ മൊഡ്യൂൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള മൊഡ്യൂളാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5ാമത്തെ മൊഡ്യൂളാണ്. അന്നന്ന് എടുക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ പഠിക്കാം. എനിക്കിന്ന് രാത്രി തന്നെ, ഇന്ന് ഞാൻ ക്ലാസ് ഇടും, ഇന്ന് രാത്രി തന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എനിക്ക് അയച്ചു തരണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ലോയാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ലോ എന്ന് പറയുന്ന വിഷയത്തിലുള്ള 5ാമത്തെ മൊഡ്യൂളിൽ ഫുഡ് ലോയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്. FSSA എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ആണ്. അതായത് നമ്മുടെ ഏതും ഇപ്പോൾ FSSA ലൈസൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലോ അല്ലേ നിങ്ങൾ? ആ ലൈസൻസ് കൊടുക്കുന്നതും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ വിൽക്കണോ വേണ്ടയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും എല്ലാം എന്തിൻ്റെ ബേസിലാണ്? ഇപ്പോൾ തന്നെ ഷവർമേൻ്റെ കേസും അങ്ങനത്തെ കുറേ പിന്നെ ഹോട്ടലുകൾ പൂട്ടുന്ന കേസുകൾ ഒക്കെ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആക്ട് എന്താണെന്നും ആ ആക്ടിലെ കുറച്ച് എന്താ പറയുക സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എപ്പോഴാണ് ഈ ആക്ട് വന്നത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിലായി വന്നതില്ല, ഇങ്ങനെ ആക്ട് ഉണ്ടാക്കണം അങ്ങനെയൊന്നല്ല വന്നത്. കറക്റ്റ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ടൈം ലൈൻ ഉണ്ട്. 1937 ആദ്യമായിട്ട് ഇങ്ങനെ നമുക്ക് ഹെൽത്തിന്, അതായത് ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പോയ്സണസ് ആയ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് ഹെൽത്ത് 1937 എന്ത് ചെയ്തു? ഇങ്ങനൊരു ഇത് വേണം എന്നുള്ളത് ആദ്യം പറഞ്ഞു. അങ്ങനെ കമ്മിറ്റി ഫോം ചെയ്തു. അതിനുശേഷം 1954 ഒരു PFA ബില്ല് ഫോം ചെയ്തു. PFA ബില്ല് എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷനാണ് PFA എന്ന് പറയുന്നത്. ഈ ബില്ല് ഫോം ചെയ്തു. അങ്ങനെ ഇത് പാസ്സായി 1955 ജൂൺ 1 വന്നു. അങ്ങനെ അതിന് ശേഷം, അതായത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ എന്ന് പറയുന്നത് അതിൽ പിന്നെ എന്താ പറയുക, അഡൾട്രേഷൻ, അതായത് ഫുഡിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുക അങ്ങനത്തെ സാധനങ്ങൾ മാത്രത്തിന് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഫുഡിലില്ലാത്ത എന്തെങ്കിലും ആഡ് ചെയ്യുക, ഇനി ഫുഡിലുള്ള എന്തെങ്കിലും സാധനം കുറച്ച് കളയുക, അങ്ങനത്തെ അഡൾട്ടറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെ ആഡ് ചെയ്യുന്ന മാത്രമാണ് എന്ത് പറയുന്നത്? ഈ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്റ്റിൽ പറയുന്നത്. അങ്ങനെയാണ് 1998 ഇത് പറ്റൂല, ഇങ്ങനെയല്ല, നമുക്ക് എന്താ ഫുഡും അഗ്രോ ഇൻഡസ്ട്രീസൊക്കെ ഒന്നിച്ച് കൂടി ഒരു നല്ലൊരു എല്ലാം കൂടി വരുന്നൊരു ലോ ഉണ്ടാക്കണം 1998 വരികയും അതിനുശേഷം 2004 ഇതിനൊരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. പിന്നീട് 2005 ഈ കമ്മിറ്റി എന്ത് ചെയ്തു? സബ്മിറ്റ് ചെയ്തു ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫുഡ് ലോ എന്ന് പറയുന്നത്. അതുവരെ ഉണ്ടായിരുന്ന മൊത്തം ഫുഡ് ലോകളും, അതായത് ഫുഡ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ്റെ ഒരു ലോ, അതുപോലെ തന്നെ ഒരു 8 ലോസ് ഉണ്ട്, അത് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. അങ്ങനത്തെ എല്ലാ ലോസും കൂടി ഒന്നിച്ചൊരു ഇൻ്റഗ്രേറ്റഡ് ഫുഡ് ലോ 2005 സബ്മിറ്റ് ചെയ്യുന്നു. 2005 സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഇന്ത്യൻ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ബിൽ എന്നുള്ള ഫോമിലാവുന്നു. അങ്ങനെ 2006 ഇതെന്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ 2006 എന്ത് ചെയ്യുന്നത്? 2005 സൈൻ ചെയ്യുന്നു, 2006 ഇത് നിലവിൽ വന്നു. അതിനുശേഷം 2008 ഈ ആക്ട് ഇവിടെ വന്നല്ലോ. ആക്ട് വന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്റ്റാണ്. അത് ആക്റ്റാണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഈ FSSAയിൽ ഈ നമ്മളെ ഈ കളറിൽ കാണുന്ന നമ്മൾ എല്ലാ ഇതിൻ്റെ ബാക്ക് സൈഡിലും എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ബാക്ക് സൈഡിൽ കാണുന്നൊരു ഈ ഒരു ചിഹ്നമില്ലേ FSSAൻ്റെ, ഈ ഒരു ചിഹ്നം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അത് എപ്പോഴാണ് വന്നത്? 2008 അങ്ങനെ ഒരു അതോറിറ്റി വന്നത്. അങ്ങനെ 2011 ഇതിൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് വന്നത് ആദ്യം നിലവിലുണ്ടായിരുന്ന ഒരു 8 ലോസ് ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ അല്ലേ? 2006 ഈ ലോ വരുന്നത്. 2008 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി വരുന്നത്. അതോറിറ്റി 2008 വരുന്നു. അങ്ങനെ 2011 ഇതിൻ്റെ റെഗുലേഷൻസ് വരുന്നു. ഒന്നുകൂടി, ആക്ട് 2006, 2008 അതോറിറ്റി, 2011 റെഗുലേഷൻസ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1954 പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷനും. ഈ 4 ഡേറ്റ് ഓർത്തുക്കണം. 54 PFA, 2006 ലോ, 2008 അതോറിറ്റി, 2011 റെഗുലേഷൻസ്. ഇത്രയും കാര്യങ്ങൾ കേട്ടോ.
ഓക്കെ. അങ്ങനെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ ഇത് വെച്ചിട്ടാണ് 8 പറഞ്ഞല്ലോ നേരത്തെ. കുറേ ലോസ് ഇൻ്റഗ്രേറ്റ്, അതായത് അതുവരെ നിലവിലുണ്ടായിരുന്ന ലോസൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്താണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ടാക്കുന്നത്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 ഇത് ഈ 8 ലോസിൻ്റെ പേരും ഇയറും പഠിക്കണം കേട്ടോ. പിന്നെ ഫ്രൂട്ട് പ്രൊഡക്ട്സ് ഓർഡർ 1955, മീറ്റ് ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ 1953, വെജിറ്റബിൾ ഓയിൽ പ്രൊഡക്ട്സ് ഓർഡർ 1947, എഡിബിൾ ഓയിൽ പാക്കേജിംഗ് ഓർഡർ 1998, സോൾവെൻറ്റ് എക്സ്ട്രാക്റ്റഡ് ഓയിൽ ഡി ഓയിൽഡ് മീൽ ആൻഡ് എഡിബിൾ ഫ്ലോർ 1967, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഓർഡർ 1992. ഇനി അതർ ഓർഡർ അണ്ടർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ 1955 വേറെ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അതെല്ലാം. അങ്ങനെ മൊത്തത്തിൽ 8 ലോസ് കൂടിയിട്ടാണ് എന്തുണ്ടാക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ടാക്കുന്നത്. സോ വൺസ് മോർ, ഫസ്റ്റ് വൺ എന്താണ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്, ഫ്രൂട്ട്സ് പ്രൊഡക്ട്സ് ഓർഡർ, മീറ്റ് പ്രൊഡക്ട്സ് ഓർഡർ, വെജിറ്റബിൾ ഓയിൽ പ്രൊഡക്ട്സ്, അഞ്ചാമത്തെ എഡിബിൾ ഓയിൽ പാക്കേജിംഗ് ഓർഡർ, ആറാമത്തത് സോൾവെൻറ്റ് എക്സ്ട്രാക്റ്റഡ് ഓയിൽ, ഡി ഓയിൽഡ് മീൽ ആൻഡ് എഡിബിൾ ഫ്ലോർ ഓർഡർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഓർഡർ, എനി അതർ ഓർഡർ അണ്ടർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. ഇത്രയും ഓർഡേഴ്സ് കൂടിയിട്ടാണ് എന്തുണ്ടാകുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിലെന്ന് വെച്ചാൽ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്റ്റിൽ വരുന്നത് ശരിക്കും എന്തിനാണ് വന്നത്? ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് വെച്ച് നമ്മളെ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുക. അതായത് ഫുഡിൽ മായം ചേർക്കുന്നതിനെ പറ്റി, അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ ഫുഡിൽ മായം ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ മായം ചേർക്കുന്നതിനെ പറ്റി, നല്ല ഫുഡ് വിൽക്കുന്നതിനെ പറ്റി, ഓരോ എത്ര എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അഡിറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് വരുന്നത്. ഇത് വന്നത് എപ്പോഴാണ്? 57ാമത്തെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ്റെ 57th റിപ്പബ്ലിക്കിലാണ് ഇത് വന്നത്. 2006 വന്നേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? 23rd August 2006 വരുന്നത്. 23rd August 2006. അങ്ങനെ FSSAI അതായത് അതോറിറ്റി 2008 വരുന്നു. 2011 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നു. ഇത്രയും ഓക്കെയാണല്ലോ നേരത്തെ പറഞ്ഞത് തന്നെ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? അത് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് എപ്പോൾ വന്നു? ആദ്യമായിട്ട് വരുന്നത് 2006 ലോ വരുന്നു, 2008 അതോറിറ്റി വരുന്നു, 2011 റെഗുലേഷൻസ് വരുന്നു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇത് എവിടെ നിന്ന് എങ്ങനെ വന്നു എന്നുള്ളതാണ്. 8 ലോസ് കൂടിയിട്ടാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ടാക്കിയത്. 8 അതിൽ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്, മിൽക്കിൻ്റെ, മീറ്റിൻ്റെ, ഫ്രൂട്ടിൻ്റെ, എസെൻഷ്യൽ കമ്മോഡിറ്റീൻ്റെ, ഓയിൽസിൻ്റെ, അതായത് ഓരോ ഫുഡിനും ഓരോ ലോ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ എല്ലാ ലോയും ഒന്നിച്ചാക്കി എന്ത് ചെയ്തിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഈ ലോയിൽ എന്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ 8 ലോസ് പണ്ടുണ്ടായിരുന്ന ഓരോന്നായിട്ടുണ്ടായിരുന്ന 8 ലോകൾ കൂടിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ലേ? ആ ലോ ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഈ 8 ലോസ് ഏതാണെന്ന് പറഞ്ഞു, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അങ്ങനെ എന്തുണ്ടാക്കി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇനി ഈ ലോയിൽ, അതായത് ഇങ്ങനെ ഒന്നിച്ചാക്കി ഉണ്ടാക്കിയ ലോയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഈ ലോയിനെ നമ്മൾ മൊത്തത്തിൽ 12 ചാപ്റ്ററും 101 സെക്ഷൻസുമായിട്ട് തിരിക്കുന്നുണ്ട്. 12 ചാപ്റ്ററും 101 സെക്ഷൻസും. എത്രയാണ്? 12 ചാപ്റ്ററും 101 സെക്ഷൻസുമായിട്ട് തിരിക്കുന്നുണ്ട് ഈ ലോ. ഏത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് എന്ന് പറയുന്ന ലോ. ഇതിൽ 12 ചാപ്റ്റർ ഉണ്ട്, 101 സെക്ഷൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്തിൻ്റെ? അതോറിറ്റീൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയാണ്. ഓക്കെ അല്ലേ? അതോറിറ്റീൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയാണ്. സോ ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് അതോറിറ്റി, അല്ലെങ്കിൽ ആക്റ്റും അതോറിറ്റിയൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതും, 12 ചാപ്റ്റർ ഉണ്ട്, 101 സെക്ഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ?